മുടിയുടെ ഒട്ടുമൊത്ത പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ഹെർബൽ ഹെയർ വാഷാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറയാം. താരനും മുടി പൊഴിച്ചിലിനും ബാക്കിയുള്ള ഇൻഫെക്ഷൻസും ഒക്കെ ഇത് ഏറെക്കുറെ നമ്മൾക്ക് ഫലം ചെയ്യുന്നതാണ്. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെയർ കെയറിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഹെയർ കെയറിന് വേണ്ടി മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഹെയർ ഓയിൽ ഇടും. അതല്ലാതെ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയേറ്റർ, വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷാമ്പു ആവട്ടെ, അല്ലെ ഹെർബൽ ഹെയർ പൗഡർ ആവട്ടെ, എല്ലാം തന്നെ നമ്മുടെ ഹെയർ ഫോളിന്, മുടി കൊഴിച്ചിലിന് കുറേ അധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഈ ഹെയർ വാഷ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ഹെർബൽ ഹെയർ വാഷ് പൗഡറാണ്. താരൻ നീക്കാനും മുടി കൊഴിച്ചിൽ തടയാനും നമ്മുടെ രോമകൂപങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കാനും അതുപോലെ തന്നെ സ്കാൽപ്പിനെ ക്ലീൻ ആക്കിയും സോഫ്റ്റ് ആക്കിയും വെക്കാനും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്കിൻ സോഫ്റ്റ് ആക്കി വെക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ്, തലയോട്ടിയുടെ ചർമ്മവും സോഫ്റ്റ് ആക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴാണ് അതിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ നിറയെ ഉണ്ടാകുകയും നമ്മളുടെ രോമകൂപങ്ങളെ ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ ഉത്തേജിപ്പിച്ച് നിറയെ മുടി നമുക്കുണ്ടാകുകയും ചെയ്യുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും മുടി ഉണ്ടാകുന്നത് സ്കാൽപ്പിൽ നിന്നാണ്, മുടിയുടെ എഡ്ജിൽ നിന്നും അല്ല മുടി വളരുന്നത്. പിന്നെ ഉള്ള മുടിയെ, എഡ്ജിൽ നിന്നും താഴോട്ട് വളർന്നു കിടക്കുന്ന ഈ മുടിയെ വളരെ ഭംഗിയായിട്ട് നമ്മൾ വെക്കണം എന്നുണ്ടെങ്കിൽ, സോഫ്റ്റ് ആയിട്ട് സെർട്ടൈലായിട്ട് മയിൽപ്പീലി പോലത്തെ മുടിയായിട്ടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലത്തെ ഹെർബൽ ഹെയർ വാഷ് പൗഡർ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഷാമ്പുകളും അല്ലെങ്കിൽ എല്ലാ ഹെർബൽ ഹെയർ പൗഡർ എന്ന് പറഞ്ഞ് വരുന്ന മിക്ക സാധനങ്ങളിലെയും അകത്തുള്ള പ്രോപ്പർ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമ്മൾക്കറിയില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു ഹെർബൽ ഹെയർ വാഷ് പൗഡർ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിന് നമ്മൾക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നിറയെ പേർക്കും ക്രൗൺ ഏരിയയിലും അല്ലെങ്കിൽ ഫ്രണ്ട് നെറ്റിയുടെ അവിടെയും സൈഡിലും ഒക്കെ മുടി പോകുന്നുണ്ട്. സ്ട്രെസ്സും ഒരു വലിയ കാരണമാണ്. ഫുഡ് ഹാബിറ്റ് വലിയൊരു കാരണമാണ് ഇതിന്റെ. ഇങ്ങനെയൊക്കെ അതുപോലെ ക്ലൈമറ്റ് ഒരു കാരണമാണ്, അറ്റ്മോസ്ഫിയർ ഒരു കാരണമാണ്, പൊല്യൂഷൻ ഒരു കാരണമാണ്. അങ്ങനെ വളരെ നിറയെ കാരണങ്ങളുണ്ട് നമ്മൾക്ക് മുടി പൊഴിയാനായിട്ട്. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ കുറച്ച് നല്ല മുടി നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നല്ല മുടി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഭംഗിയാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, മൊട്ടയടിച്ചിട്ട് തിരുപ്പതിയിലൊക്കെ നല്ല ഭംഗിയുള്ള ഐശ്വര്യമുള്ള ആൾക്കാരെ. അവർക്ക് മുടി ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നല്ല മുടി തന്നെ നമ്മുടെ മുഖത്തിനൊരു നല്ല ഭംഗിയും നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലേ മുടി നന്നായിട്ടുള്ളത്. ഹെയർ വലിയൊരു ഘടകമാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ. കോൺഫിഡൻസ് ആണ് എല്ലാം തന്നെ. നമുക്ക് ലൈഫിൽ മുന്നേറാനായിട്ട് വേണ്ടത് ഒരേ ഒരു കാര്യമാണ് കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ തന്നെ ചെറിയ പ്രായം മുതലേ അവരെ കൊണ്ട് പറ്റും, സാധിക്കും, നിങ്ങൾ ബുദ്ധിശാലിയാണെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് നമ്മൾ കൊടുത്താൽ അവരതേ പിടിച്ച് മുന്നോട്ട് പൊക്കോളും എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലേ. അപ്പോൾ നമുക്കിന്ന് ഇവിടെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഹെയർ കെയർ പൗഡർ എന്ന് പറഞ്ഞ് ഒരു പൗഡർ ഉണ്ടാക്കും. അത് എസ്പെഷ്യലി ഞാൻ കണ്ടിരിക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ ഇടയിലാണ്. അവർ ഉണ്ടാക്കുന്ന നിറയെ ഹെയർ കെയർ പൗഡറും പലരും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവരുണ്ടാക്കുന്ന പൗഡറിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അവരുണ്ടാക്കുന്ന പൗഡറിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിന് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഹെർബൽ ഹെയർ കെയർ പൗഡറാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പൗഡറാണ് ഇത്. ആക്ച്വലി അമ്പലങ്ങളിലൊക്കെ ദേവിമാർക്ക് അഭിഷേകത്തിനും, ദേവന്മാർക്കും ദേവിമാർക്കും ഒക്കെ അഭിഷേകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഹെർബൽ ഹെയർ കെയർ പൗഡർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വീഡിയോ കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഹെർബൽ ഹെയർ വാഷിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് സികാക്കായാണ്. എല്ലാം 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് സോപ്പ് നട്ട് സീഡാണ്. ഇതിന് റീത്ത എന്നും പറയും. ഇതിനകത്തൊരു കുരു ഉണ്ട്. ആ കുരു നമുക്ക് റിമൂവ് ചെയ്യണം. ഇതാണ് ഒരു ഷാമ്പു എഫക്റ്റ് തരുന്നത് നമ്മൾക്ക്. അടുത്തത് നെല്ലിക്കയാണ്. നല്ല ഉണങ്ങി വെള്ളമയമൊന്നുമില്ലാത്ത, ഫംഗസ് ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ നെല്ലിക്ക വേണം നമ്മൾ എടുക്കാനായിട്ട്. നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ബ്രഹ്മിയാണ്. ബ്രഹ്മി എല്ലാവർക്കും അറിയാമായിരിക്കും. ബ്രഹ്മി ഉണക്കി പൊടിച്ച പൊടിയാണ്. ഇത് റോസ് പെറ്റലാണ്. പനീർ റോസിൻ്റെ ഫ്ലവർ ഉണക്കിയതാണ്. ഇത് ചെമ്പരത്തി ഉണങ്ങി നല്ല കരുകരന്നിരിക്കുന്നതാണ്. ഇത് വന്നിട്ട് നീം പൗഡറാണ്, അതായത് വേപ്പിൻ്റെ ഇലയാണ്. ഇത് കറിവേപ്പില പൊടിച്ച പൊടിയാണ്. ഇത് കയ്യോന്നിയുടെ പൊടിയാണ്. ഭൃങ്ക എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ പൊടിയാണ്.
പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തുളസിയുടെ പൊടിയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇന്ന് നമ്മുടെ ഹെർബൽ ഹെയർ വാഷ് പൗഡറിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. മൊത്തത്തിൽ എത്ര എണ്ണമുണ്ട്? ടോട്ടൽ 11 തരം മരുന്നുകൾ ഉപയോഗിച്ചുള്ള ഹെർബൽ ഹെയർ വാഷാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പത വേണമെന്നുണ്ടെങ്കിൽ സോപ്പ് നട്ട് സീഡ് കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. പതഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം ഈ കട്ടിയായിട്ടുള്ള സാധനങ്ങൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കുറച്ചേ ഉള്ളത് കൊണ്ട് ചെറിയ ജാറെടുത്ത് കുറേശ്ശെ പൊടിക്കുവാണ് നല്ലത്. ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ ചെറുതായിട്ട് ചൂടാക്കി വെച്ചിരുന്നതാണ്. ഓൾറെഡി നമ്മൾ ഒരു സെറ്റ് പൊടിച്ച് കഴിഞ്ഞു. ഇത് രണ്ടാമത് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്നതാണ്. ഈ സോപ്പ് സീഡ് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ അതിനകത്തെ കുരു നമുക്കിങ്ങി പോരും. കുരു ഇട്ട് പൊടിക്കാൻ പറ്റില്ല, കുരു നമുക്ക് വേണ്ട. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ചെടുത്തിട്ട് നമുക്കതിനെ ഒരു ബൗളിലേക്ക്, മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയേക്കാം. നമുക്ക് ഈ ബൗളിലിട്ടാണ് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ബൗളിലേക്ക് മാറ്റാം. അടുത്ത ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് ഒന്നിപ്പിക്കാം. ബ്രഹ്മിയുടെ പൊടി, കറിവേപ്പിലയുടെ പൊടി, വേപ്പലയുടെ പൊടി, കയ്യോന്നിയുടെ പൊടി, കയ്യോന്നി എന്ന് പറഞ്ഞാൽ ഭൃംഗരാജ് എന്ന് പറയുന്നതാണ്, തുളസിയുടെ പൊടി എല്ലാം കൂടെ നമുക്ക് അതിലോട്ടിടാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് റോസ് ഫ്ലവറും ചെമ്പരത്തിയും കൂടെ പൊടിച്ചതെടുക്കുന്നതാണ്. അത് പൊടിച്ചതും കൂടെ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്താൽ ശരിയാവില്ല, ജസ്റ്റ് ഞാൻ കാണിക്കുന്നുള്ളൂ. നമുക്കിങ്ങനെ അരിപ്പയിലിട്ട് തെള്ളി എടുക്കുമ്പോഴത്തേക്കും, അരിച്ചെടുക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ആകും. 1-2 പ്രാവശ്യം നമുക്ക് തെള്ളി എടുക്കുമ്പോഴേക്കും നല്ല ഫൈൻ പൗഡറായിട്ടും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുകയും ഒരേപോലെ എല്ലായിടത്തും ജോയിൻ്റായി മിക്സായി നല്ല ഒരു മിക്സ്ചറായിട്ട് കിട്ടും. ഇത് നമുക്ക് വെള്ളത്തിൽ വെറുതെ മിക്സ് ചെയ്ത് നമ്മുടെ തലയിൽ തേച്ച് കുളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഹെർബൽ ഹെയർ കെയർ പൗഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കാം, അതിലേക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നലങ്ക് മാവ് നിറയെ പേര് ഓർഡർ ചെയ്തു, നിറയെ പേര് വാങ്ങിച്ചു, നിറയെ പേരും ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. നന്നായിരുന്നു, നല്ല ഗ്ലോ ഉണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സോ എനിക്ക് നിങ്ങൾ തരുന്ന ഒരു ഗിഫ്റ്റ് പോലെയാണ് ഒരു താങ്ക്സ് എന്ന് നിങ്ങൾ എഴുതി അയക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോയ്ക്ക് തരുന്ന കമൻസിനും, വീഡിയോയ്ക്ക് തരുന്ന ഒരു വെൽക്കമിങ്ങിനും, നിങ്ങൾ എനിക്ക് തരുന്ന പേഴ്സണലി തരുന്ന സ്നേഹത്തിനും ഞാൻ ഒരുപാട് നിങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട്. സോ എപ്പോഴും ഞാൻ ആ കടപ്പാട് കാണിച്ചുകൊണ്ടേയിരിക്കും ത്രൂ ഔട്ട് മൈ ലൈഫ്. അപ്പോൾ ഹെയർ കെയർ ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഹെയർ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അലോപേഷ്യ ഉള്ളവരും, ഡാൻഡ്രഫ് ഉള്ളവരും, അല്ലെങ്കിൽ സോറിയാസിസ് ഉള്ളവരും, നിറയെ സ്കിന്നിനെ ബാധിക്കുന്ന, അതായത് നമ്മുടെ സ്കിന്നിനെ എന്തൊക്കെ ബാധിക്കുന്നു അതൊക്കെയും തലയുടെ സ്കിന്നിനെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഈ സ്കിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചായ കുറച്ച് നേരം എടുത്തു വെച്ചിരുന്നാൽ, അല്ലെങ്കിൽ പാല് കുറച്ച് നേരം എടുത്തു വെച്ചിരുന്നാൽ അതിൻ്റെ പുറത്ത് പാട പോലെ വരത്തില്ലേ, ഒരു ലെയർ വരത്തില്ലേ, അന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ലെയറാണ് ഈ സ്കിൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും വലിയൊരു അവയവമാണ് ഈ സ്കിൻ എന്ന് പറയുന്നത്. സ്കിന്നാണ് നമ്മുടെ ബോഡിയും തലയും, നമ്മുടെ ഫുൾ ബോഡിയെ കെയർ ചെയ്യാനായിട്ട് ചുറ്റി വെച്ചിരിക്കുന്ന ഒരു അവയവമാണ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പം സ്കിൻ ഏറ്റവും ഫസ്റ്റ് വെളിയിലോട്ട് എക്സ്പോഷർ ആയിട്ടുള്ളത് സ്കിന്നാണ്. അപ്പോൾ ആ സ്കിന്നിനെ നമ്മൾ പരിചരിക്കണം. സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. ഓക്കെ, അതൊരു ക്രിയേറ്റിവിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് എങ്ങനെ നമ്മുടെ സ്കിന്നിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാം, നമുക്ക് എങ്ങനെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് എൻഹാൻസ് ചെയ്തല്ലേ മറ്റുള്ളവർ കാണുന്നപ്പോൾ പ്രസൻറ്റബിൾ ആയിട്ട് നമ്മുടെ മുടിയെയും നമ്മുടെ സ്കിന്നിനെയും ഒക്കെ ചെയ്യാമെന്നുള്ളത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടിയാണ് മനസ്സിലാക്കണം. നിങ്ങളുടെ സ്കാൾപ്പ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ തലയൊട്ടിയുടെ ചർമ്മം എങ്ങനെയുണ്ട്, എത്രത്തോളം വിയർക്കുന്നുണ്ട്, ആ വിയർപ്പവിടെ കെട്ടി നിന്ന് എന്തുമാത്രം അഴുക്കും ചെളിയും ഡേർട്ടും എല്ലാം കൂടെ ചേർന്ന് എത്രമാത്രം ഫംഗസ് അവിടെ ഉണ്ടാകുന്നുണ്ടെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ തലയൊട്ടി, അല്ലേ? നമുക്ക് കണ്ണാടി വെച്ച് കാണാനേ പറ്റുള്ളൂ. പെട്ടെന്ന് മുടി നരയ്ക്കുന്നവരുണ്ട്. ഈ മുടി നരയ്ക്കുന്നതൊക്കെയും പകുതി നമുക്ക് ഹെറിഡിറ്ററി ഹോർമോണിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. പിന്നെ അതല്ലാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെയും കൂടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ മുടി പെട്ടെന്ന് നരച്ചു പോകുന്നതും, അല്ലെങ്കിൽ
ഒരു ആൻറ്റി ഏജിങ്ങിൽ മുടി നരയ്ക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ. ആൻറ്റി ഏജിങ്ങിൽ മുടി നരയ്ക്കുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നരയ്ക്കുന്ന മുടി കളർ ചെയ്ത് വെച്ച് സേഫായിട്ട് കെമിക്കൽ ഇല്ലാതെ കളർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെയുള്ള മുടിയും കെമിക്കൽ നമ്മൾ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും അതിങ്ങനെ ഊർന്ന് പോരുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിൾ നോക്കാം, നിങ്ങളൊരു ഡോഗിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മുടിയെല്ലാം രോമമെല്ലാം പൊഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെയിം വേ ആണ് നമ്മൾക്കും മുടി പൊഴിയുന്നത്. സോ ഒരു ദിവസം ഒരു 50-60 മുടി പൊഴിയുന്നത് നോർമൽ എന്നാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് മുടി പൊഴിയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മുടി പൊഴിയുന്നു എന്ന് ഓർത്ത് ടെൻഷൻ ആയി കഴിഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ്. മുടി പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഒരുപാട് ടാബ്ലറ്റ് ഒന്നും അതിന് വേണ്ടി വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. നല്ല ഫുഡ് കഴിക്കുക. ഫുഡ് എന്തൊക്കെയാണെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ വേണം, വൈറ്റമിൻ ഇ വേണം, വൈറ്റമിൻ എ വേണം. എല്ലാ വിറ്റമിൻസും ഒരുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അല്ലേ. നമുക്ക് കുറേ മുടിയൊക്കെ ഉണ്ടായിട്ട് പൊഴിഞ്ഞിട്ട് മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ട്രോമകൾ അനുഭവിക്കും അല്ലേ. നമ്മൾ വിചാരിക്കുമോ ഈ ഹെയർ സ്റ്റൈൽ ചെയ്തില്ല, നമ്മളൊരു 10 ഹെയർ സ്റ്റൈൽ മാറ്റി ചെയ്ത് നോക്കും. ഇതൊന്നും ചേരുന്നില്ല. നമുക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കത്തില്ല, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലേ. നമുക്ക് എന്ത് ചെയ്താലും ഒരു കോൺഫിഡൻസ് ഇല്ല. അതൊക്കെ മുടിയേനെയും നമ്മുടെ സ്കിന്നിനെയും ഒക്കെ ബാധിക്കും. ഇതിനൊന്നും ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ നമ്മുടെ സ്കിന്നിനും ഹെയറിനും വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു എന്ന് വിചാരിച്ച് അതിനെ മനസ്സിൽ ഫസ്റ്റ് പ്ലേസിൽ കൊണ്ടുവച്ചിട്ട് നമ്മളുടെ താല്പര്യങ്ങളെ ഇഷ്ടങ്ങളെല്ലാം അതിൻ്റെ താഴോട്ട് അടുക്കി വെക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവർ പറയുന്ന ഫീഡ്ബാക്ക് ചെയ്യുന്ന കുറേ മെമ്മറി കാർഡായി മാറരുത് നമ്മുടെ ലൈഫ്. നമ്മളുടെ ലൈഫിൽ നമ്മളുടേതായ കുറച്ച് ഇഷ്ടങ്ങളും സന്തോഷങ്ങളും നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ, നമ്മൾക്കുള്ളിലും ഒരു സോൾ ഉണ്ടല്ലേ, നമ്മൾക്കുള്ളിലും ഒരു ആത്മാവുണ്ട്, സന്തോഷിപ്പിക്കാനും ആ ആത്മാവിനെ നമ്മളുടെ സെൽഫിനെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു എഫേർട്ട് എടുക്കണം. അതിൽ ഒരു പാർട്ടാണ് സ്കിൻ കെയർ, ഹെയർ കെയർ എന്ന് പറയുന്നത്. അല്ലാതെ തന്നെ കുറേ പാർട്ടുകളുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിന് സന്തോഷം കൊടുക്കണം. നമ്മൾ ചുറ്റിയിരിക്കുന്നവരെ നമ്മൾ സന്തോഷമായി തന്നെ ചുറ്റിയിരിക്കുന്നവർ, വീട്ടിലുള്ളവർ നിറയെ പേര് സന്തോഷമായിട്ടിരിക്കും. നമ്മളൊന്ന് ഡള്ളായാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ദിവസം എല്ലാവരും തന്നെ അൺഹാപ്പി ആയിട്ടിരിക്കും വീട്ടിൽ അല്ലേ. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ചുറ്റിയുള്ളവർ സന്തോഷമായിട്ടിരിക്കും. അങ്ങനെ ആരെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓണത്തിന് മുന്നേ നമുക്ക് സ്കിൻ കെയർ മാത്രമല്ല ഹെയർ കെയറും കൂടെ ആരംഭിക്കാം. നിറയെ പേരും ഹെയർ കെയർ ചെയ്യുന്നുണ്ടാവും. കറക്റ്റായിട്ടുള്ള രീതിയിലാണോ ഹെയർ കെയർ ചെയ്യുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഹെർബൽ ഹെയർ വാഷ് പൗഡറാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ നല്ലതാണ്. മുടിക്ക് നല്ല ഉള്ളു തോന്നാനും മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ, നിങ്ങളുടെ മുടിക്ക് എന്താണോ റിയൽ ആയിട്ടുള്ള കളർ ആ കളർ നിലനിർത്താനും പ്രിമച്വർ ഗ്രേയിങ്ങിനെ തടയാനും കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള മുടികളൊക്കെ വീണ്ടും കുറേശ്ശെ അതിനെ തുടർന്ന് നരച്ച് ആ ഒരു ഏരിയയിലുള്ള മൊത്തം മുടിയും ചേർന്ന് നരയ്ക്കാൻ തുടങ്ങും. കാരണം ഈ കെമിക്കൽ നമ്മുടെ മുടിയിലുള്ള മെലാനിൻ്റെ അളവിനെ കുറച്ച് നരപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ എടുക്കുന്ന ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റും ഹെയർ കളർ ട്രീറ്റ്മെൻറ്റും ഒക്കെ നിങ്ങളുടെ ഒരു യൂത്ത് പീരീഡ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാം തീർന്നിട്ടുണ്ടാവും. മുടിയുടെ ആരോഗ്യവും ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ ആരോഗ്യവും എല്ലാം തന്നെ. അതുകൊണ്ടാണ് കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ ഹെർബലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ നിങ്ങളുടെ സൗന്ദര്യം ഇൻട്രസ്റ്റോടെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്ര നാൾ നമുക്ക് നമ്മളുടെ ബ്യൂട്ടി ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഗ്രേസ്ഫുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ബ്യൂട്ടിഫുള്ളിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേർഡാണ് ഗ്രേസ്ഫുൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ഗ്രേസ്ഫുള്ളി നമ്മുടെ ഏജിങ്ങിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാത്തിലാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെയർ കെയർ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഹെയർ കെയർ ഹെർബൽ വാഷ് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ ഡിസ്പ്ലേ ചെയ്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ.